ഇതിലും എളുപ്പത്തിൽ ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലോ വേറെ ലെവൽ ഐറ്റം. അപ്പോൾ ദാ റെസിപ്പി പിടിച്ചോ. 4 ബ്രെഡ് എടുത്ത് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത പീസസ് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അതിപ്പോൾ ലാഭമായല്ലോ. ഇനി ഒരു ബൗളിൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ദാ ഇതുപോലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഇനി പുഴുങ്ങിയ മുട്ട 2ആയി മുറിച്ച് ഓരോ പീസസിലും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചില്ലി പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഞാനിവിടെ 4 പീസസിൽ ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് പീസസും എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയെടുക്കാം. വെറും വെള്ളത്തിൽ, പച്ച വെള്ളത്തിൽ ഇതേപോലെ മുക്കിയെടുത്ത് നമ്മുടെ മുട്ട വെച്ച് പൊതിഞ്ഞ് ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കാം. 4 പീസും ഇതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടായ എണ്ണയിലിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല എരിയും ഉപ്പുമുള്ള മസാലയിൽ കോട്ട് ചെയ്ത മുട്ടയും കൂട്ടിന് നല്ല മധുരത്തിലൊരു കട്ടനും. ആഹാ അന്തസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.